ദിവസത്തെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിസമാപ്തിയും കർത്താവിന്റെ പീഡാനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം മുതലുള്ള തിരുവചനങ്ങളാണ്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മളെന്തിനും അനുഭവിക്കുന്ന ആത്മീക സംഘർഷത്തിൻ്റെയും പരീക്ഷണങ്ങളുടെയും ഒരു നേർക്കാഴ്ചയും ഒരു വലിയ ദൃഷ്ടാന്തവുമാണ് ഈ സംഭവത്തിലൂടെ നമ്മൾ വായിക്കുന്നത്. കർത്താവായ യേശു മരുഭൂമിയിലെ ഉപവാസത്തിന് പുറപ്പെടുന്നത് യോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ചതിന് ശേഷമാണ്. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യോർദാനിൽ നിന്ന് മടങ്ങി എന്ന് പറയുന്നു. സുവിശേഷം ആരംഭിക്കുന്നതിനാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യോർദാനിൽ നിന്ന് മടങ്ങി. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാണ് പൈശാചിക പരീക്ഷണത്തിന് വിധേയനാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ സുരക്ഷിതർ എന്ന് കരുതുന്ന വേളകളിൽ നമ്മളൊരു സേഫർ സോണിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് വീഴ്ചകളുണ്ടാകുന്നത്, നമ്മൾ വീണു പോകുന്നത്. കർത്താവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, സമാധാനം എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നാശം സംഭവിക്കുന്നുവെന്ന്. നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം. നമ്മൾ നോക്കി 50 ദിവസം പ്രാർത്ഥിച്ച് പള്ളി വന്നു, നമ്മൾ സേഫാണ്, സുരക്ഷിതരാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വൈശാഖിക പരീക്ഷണമുണ്ടാകും. വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണം. ദൈവത്തോടടുത്ത് ജീവിക്കുന്നവർക്ക് ഉണ്ടാകുന്ന വലിയ പരീക്ഷണം. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, ആത്മാവിനാൽ ഇവർ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. എന്തിന്? അടുത്ത വാക്യം പറയുന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ. ഇനിയുള്ള 40 ദിവസങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് കർത്താവ് അവിടെ പ്രാർത്ഥിച്ച് സുഖമായിട്ട് ജീവിച്ചു എന്നാണ്. അല്ല, തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ഈ മരുഭൂമിയിലെ ഈ 40 ദിവസമാണ്. സാക്കിസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഈ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് നോവൽ തന്നെ എഴുതിയിട്ടുണ്ട്. എത്രയോ അതികഠിനമായ പരീക്ഷണം ഈ മരുഭൂമിയിലെ ഈശോ അനുഭവിച്ചു. ആ പരീക്ഷണങ്ങളെ കർത്താവ് ജയിച്ചത് ഉപവാസം കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടാണ്. കർത്താവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഉപവാസവും പ്രാർത്ഥനകളും അല്ലാതെ ഈ വ്യാധി കടന്നു പോവുകയില്ല. 3 പരീക്ഷണങ്ങളാണ് യേശുവിനുണ്ടായത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. ഒന്ന്, കല്ല് അപ്പമാകാൻ തുടങ്ങുക. എളുപ്പം ധനം സമ്പാദിക്കാൻ, എളുപ്പം ഭൗതികമായ നേട്ടങ്ങൾ നേടാൻ നമുക്ക് ഇന്നും നമുക്ക് എല്ലാവർക്കും ഈ പരീക്ഷണമുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന പണം മറ്റുള്ളവർക്ക് കൊടുത്ത് പലിശ വാങ്ങിക്കുന്നത് ഈ കല്ലപ്പമാകാൻ പറയുന്നതിനൊക്കെ ദൃഷ്ടാന്തമാണ്. അന്യായമായ രീതിയിൽ നമ്മുടെ പണം ചെലവഴിച്ച് അന്യായമായ വരുമാനം ഉണ്ടാക്കുന്നത് ഈ കല്ല് അപ്പമാകാൻ പറയുന്നതിന് തുല്യമാണ്. ദേവാലയത്തിനെ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടെന്ന കാര്യം അത് മേഖലയിട്ടാൽ നമുക്ക് ഇരട്ടിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ കല്ല് അപ്പമാക്കുക. ഉപവിപ്രവർത്തകർക്ക് കൊടുക്കുവാൻ നമ്മൾ മനസ്സിലാക്കാതിരിക്കുമ്പോൾ ആ പണം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കല്ല് അപ്പമാകാൻ നമ്മൾ പരിശ്രമിക്കുകയാണ്. ഇങ്ങനെ അനുദിന ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. കല്ലുകൾ അപ്പമാകാൻ, എളുപ്പ വഴിയിലൂടെ, കുറുക്ക് വഴിയിലൂടെ ധനികരാകാൻ, ഭൗതിക സമ്പത്ത് നേടാൻ. രണ്ടാമതായിട്ട് കർത്താവിനെ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അടുത്ത പരീക്ഷണം കൊടുക്കുകയാണ്. ദൈവത്തെ പരീക്ഷിക്കുകയാണ്. നീ ചാടില്ല, നിന്നെ സംരക്ഷിക്കുക. നമുക്ക് ഈ വലിയ പരീക്ഷണം ഉണ്ടാകുന്ന ദേവാലയത്തിലാണ്. നമ്മൾ പള്ളി വരുന്നത് ആത്മാവിനാൽ നയിക്കപ്പെട്ടാണോ പിശാചിനാൽ നയിക്കപ്പെട്ടാണോ എന്ന് ആത്മശോധന ചെയ്യണം. ചില അവസരങ്ങളിലെങ്കിലും പിശാചിനാൽ പരീക്ഷിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് വരാം. എന്റെ ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ, എന്റെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, എന്റെ ഭൗതിക നേട്ടത്തിന് വേണ്ടി, എന്റെ മക്കൾക്ക് ഉപരിപഠനത്തിന് അഡ്മിഷൻ കിട്ടാൻ,
എൻ്റെ കടബാധ്യത തീരാൻ, ഞാൻ ആഗ്രഹിക്കുന്ന വസ്തു വാങ്ങിക്കാൻ, ഞാൻ താല്പര്യപ്പെടുന്ന വീട് പണിയാൻ, വിദേശത്ത് പോകാൻ, രോഗം മാറാൻ, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ഞാൻ എത്ര ദിവസം പള്ളി വരാൻ എനിക്കിത് ചെയ്തു തരണം. ക്രിസ്തുവിന് സാത്താൻ കൊടുക്കുന്ന പരീക്ഷണത്തിൻ്റെ ആധുനിക പതിപ്പുകളാണെല്ലാം. നമ്മുടെ പള്ളി വരുന്നതിനാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് പിശാചാണോ നമ്മെ കൊണ്ടുകൊണ്ട് വരുന്നത് പരിശുദ്ധാത്മാവാണ്. മൂന്നാമതായിട്ട്, ഈ ലോകത്തിന്റെ സമ്പത്തെല്ലാം കാണിച്ചിട്ട് നീ അധികം ബുദ്ധിമുട്ടണ്ട, ഒന്ന് വണങ്ങിയാൽ മതി, ഞാൻ നിനക്ക് ഇതിലും തരാം. ഇന്ന് നമ്മൾ പലതിൻ്റെ മുമ്പിൽ വണങ്ങിയാൽ, പലതിനോടും ഒത്തുതീർപ്പുണ്ടാക്കിയാൽ, പലതിൻ്റെ മുമ്പിൽ തോറ്റു കൊടുത്താൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളിൽ കൂടിയുണ്ടാകും. അത് നമ്മുടെ കൂട്ടുകെട്ടുകളായിരിക്കാം, നമ്മുടെ മധ്യസേവയുടെ കൂടിവരവുകളായിരിക്കാം, നമ്മുടെ മോശമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം, വളഞ്ഞ മാർഗത്തിലൂടെയും തെറ്റായ മാർഗത്തിലൂടെയും ധനസമ്പാദിക്കുവാനുള്ള മാർഗങ്ങളാകാം. ഇങ്ങനെ 100 കൂട്ടം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് തലമുറങ്ങി കൊടുത്താൽ, ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ, ഒന്ന് ഒതുങ്ങി കൊടുത്താൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ വലുതാണ്. നമ്മളതിൻ്റെ മുമ്പിലൊക്കെ വീഴുന്നു. നമുക്ക് ഈ 40-ാം വെള്ളിയാഴ്ച ആത്മശോധന ചെയ്യാം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നേർസാക്ഷി തന്നെയാണ്. നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൻ്റെ ആത്മസംഘർഷമാണ്. ഈ 3 പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കാണില്ല. ഇവർക്ക് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ്? ഇവർക്ക് നമ്മളെടുക്കുന്ന നിലപാടുകൾ എന്താണ്? നമുക്ക് ക്രിസ്തുവിനെ പോലെ ഇതിനെയൊക്കെ ജീവിക്കാൻ മരുഭൂമിയിലെ ഉപവാസവും പ്രാർത്ഥനയും നമുക്ക് ആവശ്യമാണ്. മരുഭൂമി എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ ഒരു പ്രദേശത്തെ കടലിയായി നമ്മുടെ മനസ്സുകളിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന മരുഭൂമികൾ നിശബ്ദതയുടെയും ഏകാന്തതയുടെയും ലോകബന്ധം വിച്ഛേദിച്ചും പരബന്ധം ഉപേക്ഷിച്ചും നമ്മുടെ മനസ്സുകളിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന മരുഭൂമികൾ. ആ മരുഭൂമികളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ നമുക്കാവുന്നില്ലെങ്കിൽ നമ്മൾ വേഗത്തിൽ ഈ പരീക്ഷണങ്ങൾക്കെല്ലാം വിധേയപ്പെട്ടു. നമുക്ക് അതിനുവേണ്ടി നമ്മുടെ ഈ നോയിൻ്റെ ഈ അവസാന ദിവസങ്ങളിൽ മാത്രമല്ല, നോമ്പ് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ആ ഒരു ആത്മബലത്തിന് വേണ്ടി നിരന്തരം മരുഭൂ അനുഭവത്തിൽ ജീവിക്കും.